പിന്നെ സൂപ്പർ ട്രെയിലർ ഉണ്ട്. അതിലുള്ള ആ ഒരു വിഷ്വൽസ് ആയാലും അതൊക്കെ നൈസ് വിഷ്വൽസ് ആണ്. അതൊരു ചെറിയ പടമല്ലേ, ചെറുതായിട്ടാണ് ചെറുതായിപ്പോയി. അത് തന്നെ വളരെ ചെറുതായിപ്പോയി. എങ്ങനെ ദീപക് ദേവിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കൂടെ ട്രെയിലർ കണ്ടു. എങ്ങനെയുണ്ട് കണ്ടപ്പോൾ? അപ്പം എക്സ്പെക്ട് ചെയ്തതിന്റെ ഒരു ഇത് എനിക്ക് വന്നില്ല പേഴ്സണലി. എനിക്കൊരു ഹിന്ദി ഫിലിമിന്റെ ഒരു ഫീൽ അടിച്ചു. ഹിന്ദിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു മാസ് മസാല എലമെന്റ് പോലെ. ഇപ്പൊ പടം കണ്ടിട്ടേ പറയാം. ട്രെയിലർ എല്ലാം കണ്ടായിരുന്നു. ട്രെയിലർ എങ്ങനെ ഉണ്ടായിരുന്നു? ട്രെയിലർ ഞെരുപ്പാണ്. പടം അതുപോലെ ആവണം എന്നാണ് എന്റെ ആഗ്രഹം. ട്രെയിലറിൽ എടുത്ത് പറയാം എന്താ മേക്കിംഗ് പറയാം. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം പുള്ളിയുടെ. പിന്നെ ലാലേട്ടൻ്റെ ഒരു കട്ട തിരിച്ചുവരവ് വേണം. അതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്. എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ? അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് കൂടുതൽ എമ്പുരാനാണ് കൂടുതൽ നമുക്ക് ഫിലിം വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ദീപക് ദേവ് അറിയാം, നോക്കാം. ട്രെയിലർ കണ്ടില്ല. ഇല്ല, മൊബൈലിൽ കണ്ടില്ലേ? മൊബൈലിൽ കണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. എടുത്ത് പറയാൻ ട്രെയിലറിൽ ഇഷ്ടപ്പെട്ടത് പറഞ്ഞു. നല്ല പടമായിരുന്നു. ട്രെയിലർ ഇഷ്ടപ്പെട്ടായിരുന്നു. മൊബൈലിൽ കണ്ടോ? എങ്ങനെയുണ്ട് ട്രെയിലർ? കൊള്ളായിരുന്നു. ഇല്ല, ട്രെയിലർ ഇട്ടില്ല. അതിനോട് വെയിറ്റിംഗ് ആണ്. മൊബൈലിൽ കണ്ടോ? എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എമ്പുരാന്റെ ട്രെയിലർ എങ്ങനെയുണ്ടായിരുന്നു? കണ്ടിട്ട് ട്രെയിലർ പൊളിയായിരുന്നു. എങ്ങനെയുണ്ട് ട്രെയിലർ? നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് സിനിമയെ കാണുന്ന ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. ബിജിഎം കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഈ എമ്പുരാന്റെ ട്രെയിലർ ഉണ്ടായിരുന്നു. ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വേറൊന്നും പറയാനില്ല. 27-ാം തീയതി ഫസ്റ്റ് ഷോയ്ക്ക് 6 മണിക്കൂർ ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി റെക്കോർഡുകൾ തിരിച്ചു കുറിക്കുന്നതായിരുന്നു. അതിൽ യാതൊരു സംശയമില്ല. എമ്പുരാൻ ട്രെയിലർ കണ്ടായിരുന്നു. എങ്ങനെയുണ്ട് കണ്ടപ്പോൾ? നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ നാളെ വെയിറ്റ് ചെയ്യാണ്. ടിക്കറ്റ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്നുണ്ട്. എമ്പുരാന്റെ ട്രെയിലർ ഉണ്ടായിരുന്നു. നല്ലാത്ത തന്നെ എക്സ്പെക്ട് ചെയ്ത് അത്ര ഉണ്ടായിരുന്നു. മേളിലുണ്ട്. ഇനിയിപ്പോ അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യണത്. ഇതിപ്പോ കണ്ടപ്പോ വീണ്ടും ഒന്നുകൂടെ ലാലേട്ടന്റെ ഒരു കംബാക്ക് ആയിരിക്കും. റെക്കോർഡൊക്കെ തിരുത്തുമെന്ന് തോന്നുന്നു. തിരുത്തി ഇപ്പോഴേ പുറത്തൊക്കെ തിരുത്തി ഏകദേശം കുറെയൊക്കെ പൈസ കളക്ഷനൊക്കെ കുറെ ആയി. ഇപ്പൊ ഇവിടെ നാളെ വരുന്നുണ്ട്. ടിക്കറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. എന്തായാലും എമ്പുരാൻ അടിച്ച് നോക്കും, അത് ഉറപ്പാണ്. എമ്പുരാൻ ടിക്കറ്റ് എങ്ങനെ ഫസ്റ്റ് ഡേ കാണാനുള്ള പ്ലാനാണ്? പ്ലാനാണ്. നാളെ നോക്കിയെന്ന് എടുക്കണം. കിട്ടുമോ എന്താ അറിയില്ല, നോക്കണം. ട്രെയിലർ കണ്ടപ്പോ കുറെ കൂടെ കംബാക്ക് ആവും തോന്നുന്നു. ലാലിന് അടുത്തായിട്ട് കുറെ ഫ്ലോപ്പ് പടങ്ങൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും. ട്രോൾ ആയിക്കൊണ്ടിരിക്കും ലാലിന്റെ എല്ലാവരും. ഇതെന്തായാലും നല്ല ഇത്